വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒക്കെ തന്നെ പണിയാലോ. തേടിയ വള്ളിക്കാലെ ചുറ്റി തേടിയ വള്ളിക്കാലെ ചുറ്റി. നെയിം ടാഗ് അല്ലെങ്കിൽ വേണ്ട ഒരു ഇല്ലേ, ഒരു നെയിം ടാഗ് കൂടെ എങ്ങനെയാലും കിട്ടിയാൽ മതി. ആദ്യം പോയി അവരെ പിടിച്ചു വെക്കട്ടെ ഞാൻ. അമ്മച്ചി കപ്പ് ഇങ്ങോട്ടും പോലെട്ടാ. ഞാൻ വരാവേ. വണ്ടിക്കും ട്രേഡറൂ പോലെ ഇങ്ങോട്ടും പോയിക്കന്നെ. ഇനി അവിടെ കളിച്ച് എല്ലാവർക്കും കൊടുക്കും. അതെ ഭഗവാനെ, ഒരു നെയിം ടാഗ് കൂടെ. എന്താ കൊപ്പാട്ട ഈ കയറിയാലോ കയറി. ഇപ്പം ഏത് വില്ലേജറിൽ ഇത് കൊടുക്കാം? വർക്കാവുമെന്ന് അറിയില്ല കേട്ടോ. പേരും പ്ലെയിൻസ്. എന്താ വരാത്തെ? ല്ലേ പ്ലാൻസ് പ്ലെയിൻസ് ഇതല്ലേ? ശരി, എൻ്റെ പ്രശ്നം. ഹയ്യമ്മാ എന്തിനാന്നറിയില്ല കേട്ടോ. എന്തിനാ അവനവിടെ തന്നെ ഇരിക്കട്ടെ. എന്നിട്ട് ബോട്ടും കൊണ്ടുപോയി അവനെ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അവന് നമുക്കൊരു ഇൻഫിനിറ്റ് ഫുഡ് ഫാം ആട്ടാ നമുക്ക് ഉണ്ടാക്കിയേക്കണേ. അത് വേറെ കാര്യം. എന്താ വേണ്ട, സാൽമണുണ്ട്, കുക്കട് കോളുണ്ട്. കോൾ ഇവിടെ ഇരുന്നിട്ടാണോ? നമുക്ക് വേറൊന്നുണ്ടാക്കാം. കയ്യിൽ അയ്യാറുണ്ടെന്ന് ഉറപ്പ്. ഇപ്പത്തയ്യ വെറുതെ പട്ടി വയ്ക്കുക. വെറുതെ എന്തിനാ 10,000 കൊണ്ട് മാറാൻ? അല്ല പിന്നെ സ്റ്റേഡിയം വിളിക്കാലിരിക്കുന്നു തന്നെ അറിയില്ല. ഒന്ന് ഓപ്പൺ ചെയ്തുള്ളൂ. നമുക്ക് ലക്ഷ്യം പറഞ്ഞേക്കാൾ മുന്നേ നമുക്ക് ആശാനെ കിട്ടി. ആസാനീ ബാ ബിൽഡിംഗ് ബ്ലോക്സ് വിത്ത് ബിൽഡിംഗ് ബ്ലോക്സ്. എവിടെ ആശാനെ? ഏടാ നീ എവിടെ പോയേക്കുവാ? നാം തന്നെ വന്നു. പിന്നീട് ഞാൻ തന്നെ വന്നു. അയ്യോ, ഒരു ബെഡ് ഒപ്പിക്കണമായിരുന്നു. അതിലല്ല ഊണുണ്ട. എന്തിത്ര വലിയ കഷ്ടപ്പാട്. ഞാനിപ്പോൾ കേട്ടോ ഒരു ബെഡും സെറ്റ് ചെയ്തിട്ട് വരാം. നിനക്ക് വേണ്ടി. ഞാൻ നേരെ എനിക്ക് പോലും ബെഡ് ഉണ്ടാക്കാൻ എന്ത് കഷ്ടപ്പെട്ടില്ലെന്നറിയാം. അപ്പം നിനക്ക് വേണ്ടിയിട്ടാ. നിനക്ക് വേണ്ടി ഒരു ബെഡ് ടോസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഫസ്റ്റ് ടൈം ചക്കയെ അടങ്ങിയിരിക്കൂ. പ്ലെയിൻസ്
പ്ലെയിൻസ് സ്പെല്ലിംഗ് തെറ്റാണല്ലോ. സ്പെല്ലിംഗ് തെറ്റാണോ? PLNS പ്ലെയിൻസിന് സ്പെല്ലിംഗ് ഉള്ള പരീക്ഷ. എവിടെ നീ എന്താണ് പ്ലേ? ഇനിയിപ്പോൾ ബെഡിലെത്താനാണോ? എടാ ബെഡ് 1.21 മാത്രമുള്ള പരീക്ഷ. അവിടെ നിൽക്കണം. എന്താ എൻ്റെ നെയിം ടാഗും പോയി വെറുതെ. ഒന്നും പറയാല്ല ഗൈസ്. വില്ലേജറിനെ ഒപ്പിക്കാൻ ആ ഒരു വഴിയില്ല. വല്ല സോംബിഫൈഡ് വില്ലേജറിനെ കിട്ടിയ ഭാഗ്യം. എൻ്റെ ദൈവമേ. നമുക്ക് ഇവിടെ നിന്ന് ഫിഷിങ് ചെയ്തൊക്കെ നല്ല ലൂട്ടും കിട്ടി. എന്നാലും മിൻറ്റിങ്ങും പ്ലസ് മിൻറ്റിങ് 1 പ്ലസ് ഇത് പവറുള്ളതല്ലേ. പവർ മിൻറ്റിങ്ങുണ്ട്, ഇത് അൺബ്രേക്കിങ്ങുണ്ട്, ഇത് പ്രൊജക്റ്റൈൽ പ്രൊട്ടക്ഷൻ. എനിക്ക് സംശയമുണ്ട് ഒരു കാര്യം. ഇപ്പം ചർച്ച ചെയ്യാനൊന്നും ഒരു കാര്യമില്ല. ലേശം മെൻറ്റിങ്ങും കൂടെ വേണമായിരുന്നു. എന്നിട്ട് കിട്ടിയേ അടുത്ത് അൺബ്രേക്കിങ്, മെൻറ്റിങ്. അപ്പോൾ ഈ അൺബ്രേക്കിങ് 3 ആണ് അത് മെൻറ്റിങ്. ഇതിനകത്ത് അൺബ്രേക്കിംഗ് 3 ഉണ്ട്, ലൂവർ 2 ഉണ്ട്. കോഴ്സ് ഓഫ് വാനിഷിങ് എനിക്കിഷ്ടമല്ല. അയ്യോ ഞാനാ കാര്യം പറഞ്ഞു. എന്നിട്ടാണ് ഇത്ര നേരം ഫിഷിംഗ് റോഡും കൈ പിടിച്ചുകൊണ്ട് ചാവാൻ നടന്നത്. നല്ലത്. എന്നിട്ടാണ് ഇത്ര നേരം ഫിഷിംഗ് റോഡും കൈ പിടിച്ചുകൊണ്ട് ചാവാൻ നടന്നത്. എനിക്ക് കിട്ടണം ആദ്യം കോഴ്സ് ഓഫ് വാനിഷിംഗ് എന്നതിലൂടെ. പറഞ്ഞു നാക്ക് വായിലേക്ക് എടുത്തില്ല. ഇതിനേക്കാളും മുന്നേ ഫിഷിനെ കുക്ക് ചെയ്യാൻ പറ്റുന്ന നോക്കിയാലോ. കുക്കടല്ല, കുക്കട് കോടെടുത്തില്ല. നടക്കില്ല. വില പൊട്ടറ്റോ എങ്ങനെയും കിട്ടിക്കഴിഞ്ഞാൽ അത്രയും നല്ലത്. എന്തിട്ടായിട്ട് ഇത് ബൗള് അത്ര വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് സ്പീഷ്യസ് സ്റ്റൂ ഉണ്ടെങ്കിൽ കുടിക്കാം. അത്രമാത്രം പരിച്ചം. സ്റ്റക്കായി എന്താ ഇങ്ങനെ തീഞ്ഞം മറിഞ്ഞ് കളിക്കണേ? ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കുക കുട്ടി. ഇപ്പൊ ശരി. എന്തിലോട്ടെ ഇത് ഈ ബൗളെടുക്കുക, ബൗളെടുക്കുക. ഇപ്പം സസ്പീഷ്യസ് സ്റ്റൂ ഉണ്ടാക്കാം. അതിനെന്തൊക്കെ വേണം നോക്കാം. എന്താ തുറന്നിറക്കാം. മഷ്റൂംസ് സ്റ്റൂൾ ഉണ്ടാക്കാൻ പറ്റില്ല.
ബൗളെങ്ങനെ ഉണ്ടാക്കാം? അപ്പോഴേ വിചാരിച്ച സ്പീഷ്യസ് ട്യൂൺ അടിച്ചേക്കാം. Ready days. Suspicious too. Suspicious too ഉണ്ടാക്കാൻ കുറച്ച് കാര്യങ്ങൾ വേണമെന്നില്ലേ? ഒക്കെ പോയി എടുക്കാം. എന്തൊരു മഞ്ഞപ്പൂ അത് വേണം. അതൊക്കെ ഞാൻ സെറ്റ് ചെയ്യും. പ്ലെയിൻസിലുണ്ടാവാറുണ്ട്. പ്ലെയിൻസൊന്നും ഇല്ലല്ലോ. മുത്തങ്ങ നമുക്ക് ഇതിൻ്റെ മുകളിൽ ചെറിയൊരു പ്ലാറ്റ്ഫോം പോലെ ഒന്നും ഉണ്ടാക്കി വെക്കാം. എന്തിനാണ് എന്നോട് ചോദിക്കരുത്, എനിക്ക് അറിഞ്ഞൂടാ. എന്തിനാ ഉണ്ടാക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. റെഡ് റോക്കാർക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അല്ല, ഇതാണ് റെഡ് റോക്കാർക്ക് ചെയ്യാൻ പറ്റുന്നത്. മിഡ് എയറിലങ്ങും ബ്ലോക്ക് വെച്ച് പോവാം. ഇത് വരെ ഒരു ഇത് കണ്ടിട്ടില്ല കേട്ടോ. കയ്യിലുള്ള ടോർച്ചുണ്ട്, ഒരൊറ്റ ടോർച്ചുള്ളൂ. ഈ ഒരൊറ്റ ടോർച്ചിൻ്റെ വെള്ളത്തിൽ ഇപ്പം ഇതെല്ലാം നിൽക്കണത്. ഭഗവാനേ, ശരി ഇത്ര നേരമായിട്ട് നെയ്റ്റ് ആയില്ലേ? ഇവിടെ സാൽമണിന് നല്ല ഡ്യൂറേഷൻ ഉണ്ട്. ഡ്യൂറേഷൻ അല്ല, സാച്ചുറേഷൻ. ഡ്യൂറേഷൻ പോലും. എന്നാലും വെറുതെ ഒരു നെയിം ടാഗ് കൊണ്ടേ കളഞ്ഞു. അതായത് ഇഷ്ടം. നമ്മുടെ വട്ടിക്കിടായിരുന്നു കുട്ടൂഷ്. അയ്യത് നല്ല ചെളുപ്പ് വരും. നമുക്കിപ്പോൾ മാക്സിമം അത്യാവശ്യം ടോസ്റ്റ് ഉണ്ടാക്കണം. ഫസ്റ്റിൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിളിലേക്ക് വയ്ക്കാം. ചേർക്കാം 4 4 8 12 പ്ലൈൻ ചേർക്കാം. അപ്പുറത്തേക്ക് വയ്ക്കുക. 24 കിലോ ധാരാളം. ഫുഡ് പോകുമ്പോൾ സൂക്ഷിക്കണം.
കോബിൾ സ്റ്റോണ് ഞാനെന്തിനാ ഇങ്ങനെ പോണേ? പോലേ പോയിക്കാനെല്ലാം പോയി. അപ്പോൾ നോക്കാം. ഇവിടെ കാണാൻ പറ്റില്ല. നിന്നാണ് ഇപ്പൊ 2 പിഗ് സ്മോളായോ? മോനെ രണ്ട് പിഗ്, കുറച്ച് ക്യാരറ്റ്. താഴേക്ക് പോലെ ഒരെണ്ണം മാത്രം പോയില്ലേ? ഈ സീസൺ എന്താ വേഗം പോകാത്തതെന്ന് പലർക്കും സംശയവും ഉണ്ടാവും. ഈ സീസണിൽ പതുക്കെ പോയാൽ പോരെ, അടുത്ത സീസണൊക്കെ നമുക്ക് പെട്ടെന്നങ്ങ് പോവാം. ഈ അടിയിലേക്ക് ഒരു പോക്കാണല്ലോ, പുറകിൽ മുന്നോട്ടേക്ക് പോവാ, സൈഡോട്ട് പോകാൻ പറ്റില്ലല്ലേ? മൈൻക്രാഫ്റ്റും ജീവൻ നമുക്ക് വന്നിട്ട് വിചാരിക്കുന്നത് ഡ്രോപ്പ് പ്ലേസ് ലാസ്റ്റ് ബ്ലോക്കാ കഴിഞ്ഞു. ഇന്നല്ലേ ഫസ്റ്റ് നോക്കി ഞാൻ ഓപ്പൺ ചെയ്യാതൊരു ഇതുണ്ട്. ബീസിൻ്റെ പ്രോഗ്രസ്സും അപ്പം നിങ്ങൾ വിചാരിക്കുന്നു അങ്ങോട്ടേക്ക് ഇനി എന്താണെന്ന് തോന്നുന്നു. പേടിക്കണ്ട, അങ്ങോട്ടേക്ക് ഒരു ചുമ്മാ ഒരു സാധനം വെച്ചതാ. ചത്തു, ഞാൻ പറഞ്ഞില്ലേ ചത്തുന്നു. ഭഗവാനെ ഭാഗ്യം റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്തു. റീസ്പോൺസ് പോയിന്റ് യശോദേ. എന്ത് പോയാലും കുഴപ്പമില്ല. അമ്മേ ആരോസ്, ടോർച്ച്, പവർ ഫിഷ്. അടുത്തതാ, ഇവിടെ അടുത്ത് വല്ല വില്ലേജ് ഉണ്ടോ ഇങ്ങനെ വരാൻ? എനിക്ക് സംശയമുണ്ട് ഗൈസ്, ആ ഒരു ഭാഗത്ത് വില്ലേജ് ഉണ്ടോന്ന്. ഗൈസ് നിങ്ങൾക്ക് വല്ല മോഡ് പാക്ക് അറിയാമെന്ന് പറഞ്ഞുതരാമോ? ഇതേപോലെ വില്ലേജ് കണ്ടുപിടിക്കാനോ അങ്ങനെ എന്തെങ്കിലും? എൻ്റെ ഡാർക്ക് നോക്കുന്നു നോക്കാം. ഞാനില്ല പെട്ടെന്ന് നോക്കുമ്പോൾ അയൺ മാനിൽ അയൺ ഗോളത്തിൽ ലീശിട്ടുണ്ട് പോകാ. അയൺ ഗോളത്തിൽ ലീശിട്ടുകൊണ്ട് പോകാനാണെങ്കിൽ നമുക്ക് പറ്റുള്ളത്. അയൺ ഗോളത്തിന് ലീശിട്ടുണ്ട് പോകണേ ഞാൻ വിചാരിച്ചു പോയിക്കിട്ടത്.
ഫസ്റ്റ് നമുക്ക് ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് ഇത് ചെയ്യാം. എൻ്റെ പൊന്ന് സ്വാഡ് ആകിയല്ലോ ഉണ്ട്. 200 വേഷം കൂടിയ സ്വാഡും ഇത് ഇതിനകത്തിരിക്കട്ടെ. ഇനിയിപ്പോൾ ഭാവിയിൽ ഗോൾഡ് കിട്ടുമ്പോൾ ഗോൾഡിനെ അപ്ലാക്കാം. സ്വാദിക്കുന്ന കുർബാദൊക്കെ തത്താലോ വരുന്നതേ. എനിക്ക് വിചാരിക്കുന്നത് ഞാൻ എന്താ പറയണത്, ചാടി കഴിഞ്ഞിട്ടാലോ കൂടി ജോയിസ്റ്റിക്ക് തിരിയണേന്ന് തന്നെ. മണ്ട മണ്ടയ്ക്ക് മണ്ട. ഓക്കെ സേഫായി. എൻ്റെ ഇവിടെ സേഫായി. എന്നെ അതിനകത്ത് വയ്ക്കാനില്ല. നമുക്ക് ബാമ്പു കൊണ്ട് ഇതുണ്ടാക്കാൻ പറ്റില്ല. ബ്ലോക്സ് എന്നിട്ട് അവിടെ ഫെൻസ് വെച്ചിട്ട് ആര് ഭാഗത്തേക്ക് പോയി. എന്നിട്ട് അവിടെ ചെറിയൊരു പ്ലാറ്റ്ഫോം പോലെ ഉണ്ടാക്കിയിട്ട് അവിടെ നമുക്ക് വലിയ വലിയ ഫാംസൊക്കെ ഉണ്ടാക്കണം. ടോട്ടൽ 989 ഉള്ളൂ. What's this? കൃത്യം ഒരു ബാമ്പു ബ്ലോക്ക് ഉണ്ടാക്കാൻ പറ്റും. കണ്ടോ ഈനായിട്ട് അത് തിരിയണം. ഒരൊറ്റ ബാമ്പു പ്ലാന്റ്സ് സ്ട്രിപ്ഡ് ബാമ്പു. ഇതിങ്ങനെ ഉണ്ടാക്കുക. ഇനി എത്ര ബോക്സ് ഓഫ് സ്ട്രിപ്ഡ് ബാമ്പു വേണം? ഏതാ ചെസ്റ്റിലെല്ലാം കൂട്ടുണ്ടോ? ഇല്ല. ഫാർമിങ് അപ്പം നമുക്ക് അവിടെ ഒരു ഇതുണ്ടാക്കിയിട്ട് അത്യാവശ്യത്തിന് വേണ്ട ചില ഫാംസൊക്കെ ഉണ്ടാക്കണം. അതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. ഐ മീൻ ഗോൾ. ഒരു ഗോള് പോയി. ഒരു ഗോൾ എന്തെങ്കിലും നടക്കില്ല എന്ന് പറയാം.
നോട്ട് യു. ഓ, എത്ര സൂക്ഷ്മമായിട്ടാണെന്നറിയോ ക്ലിക്ക് ചെയ്യാൻ. മഷ്റൂം വേണം. അയ്യോ, റെഡി ഇരിക്കട്ടെ. ആറ് സ്റ്റിക്ക്. സ്മെൽട്ടർ വയ്ക്കണം. അവിടെ ഒന്ന് സ്പൂൺ പ്രൂഫ് ചെയ്യണം ഗൈസ്. ഈ സൈഡ് ടോർച്ച്. അടിപൊളി. അപ്പോൾ നിങ്ങൾ ആരും ഇതുവരെ ഒരു കാര്യം പറയില്ല, പച്ചത്തപ്പം റെയറാണോ അല്ലയോ എന്നുള്ള ചോദ്യം ചോദിച്ചിട്ട് ഞാൻ കുറേ നാളായി. ഇതുവരെ ഒന്നും പറയുന്നില്ല. നമ്മൾ പ്രാവശ്യം വെറുതെ ചെയ്യാൻ ചെറിയൊരു ഗോളായിരുന്നു. എടുക്കുക നമ്മുടെ പവർ ഉള്ള സാധനം എടുക്കുക. ഇങ്ങനെ കൃത്യമായിട്ട് കൊള്ളണേ. ഏതിനാന്നറിയില്ല, ഉള്ളതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം വന്നാൽ മതി. എന്തെങ്കിലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരെണ്ണം. അതും തുടങ്ങിയ വരാത്തേ. വൺ ഷോട്ടല്ലേ കാലം, വൺ ഷോട്ട് പോവും. പ്രൊജക്റ്റൈൽ പ്രൊട്ടക്ഷനൊക്കെ ഇതിനകത്ത് ഇറങ്ങുന്നുണ്ട്. പക്ഷേ എന്തേനാ ഗൈസ്, നമുക്ക് വേറെ വഴിയൊന്നുമില്ല. അപ്പം നമ്മൾ ജസ്റ്റ് ഈ സ്ട്രിപ്പ് ഉണ്ടാക്കി വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ സ്ട്രിപ്പ് ഭാവിയിലേക്ക് ഇതിനൊരു വലിയൊരു
ഏരിയ ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെയാവും. നമ്മുടെ ബേസ്, ബാക്കിയുള്ള ഫാംസ് അത് ഇത് കുമ്പൊക്കെ അവിടെയായിരിക്കും. ഇതിവിടെ തന്നെയായിരിക്കും, കാരണം എനിക്ക് ഏറ്റവും ആവശ്യമുള്ള ഫാം ഇത്. അപ്പോൾ ഞാൻ എൻ്റെ സ്ക്രീൻഷോട്ടൊന്ന് എടുത്ത് വരട്ടെ. എടുത്ത് കഴിച്ചു. അപ്പോൾ നമുക്ക് ഏറ്റവും ഇതാവണം. പിന്നെ ചാർക്കോളായിരിക്കും നമ്മൾ ഉപയോഗിക്കുക, കോളായിരിക്കില്ല. കാരണം കോൾ വെച്ചാൽ ഒരൊറ്റ പ്രശ്നമുള്ളൂ, ഞാൻ മൈൻഡ് ചെയ്യാൻ നല്ലോണം. അല്ലെങ്കിൽ വേണ്ട ഈ ഒരു ബാമ്പു ഇല്ലേ, ബാമ്പുവിനെ ഒരുപാട് വേണം. പക്ഷേ ടോർച്ച് ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് പിന്നെ ഫുഡ് ഫാം, അത് ഫാം, ഇത് ഫാം ഒക്കെ ഉണ്ടാക്കണം. നമുക്ക് ഒക്കെ ഉണ്ടാക്കണമെന്നൊരു ഇതുള്ളൂ, പക്ഷേ ഉണ്ടാക്കാനുള്ള റിസോഴ്സസ് ഇല്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. അപ്പോൾ ബൈ ബൈ.